ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കർത്താവിന്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോ, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നാം വായിച്ച അതേ വാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 41-ഉം 42-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, സ്നാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്ന് പറയാറില്ല, ആരാധനയുടെ ആവശ്യമില്ല എന്ന് പറയാറില്ല, പാട്ടുപാടേണ്ട ആവശ്യമില്ല എന്ന് പറയാറില്ല, സ്തോത്രകാഴ്ചയിടേണ്ട ആവശ്യമില്ല എന്ന് പറയാറില്ല, സഭായോഗത്തിന് ആരാധന സ്ഥലത്ത് ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കുവാൻ പോകേണ്ടതില്ല എന്ന് പറയാറില്ല. ഈ ഒരു കാര്യത്തിന് മാത്രമാണ് ആളുകൾക്ക് ഒരു വിരോധമുള്ളത്. സ്നാനം അതാവശ്യമില്ല. പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബത്തിൽ ആണ് ജനിച്ച് വളർത്തപ്പെട്ടതെങ്കിൽ അവർ പറയുന്നത് മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് മക്കളും ജന്മനാ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് സ്നാനത്തിന് ആവശ്യമില്ലെന്നാണ്. അവർക്ക് സ്നാനത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ അവർ പാടുകയും വേണ്ടല്ലോ, പ്രാർത്ഥിക്കേണ്ട, അവർ ആരാധിക്കേണ്ട, അവർ സഭായോഗത്തിന് വരേണ്ട. കാരണം ജന്മന അവർ സ്വർഗാവകാശികളല്ലേ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ സ്നാനപ്പെടണം എന്നുള്ളത് അത് യേശു കൽപ്പിച്ച കാര്യമാണ് എന്നുള്ളത് ശരി തന്നെ. ആ ഒരൊറ്റ കാര്യം കൊണ്ട് നാം അനുസരിക്കണം. എന്നാൽ അതിനെ ഉറപ്പിക്കുവാൻ പഴയ നിയമത്തിൽ ചില നിഴലുകളുണ്ട്. യേശു പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പക്ഷേ എന്തുകൊണ്ടാണ് യേശു വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനെന്നോ, വിശ്വസിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നവനെന്നോ, വിശ്വസിക്കുകയും സഭായോഗത്തിന് വരികയും ചെയ്യുന്നവനെന്നോ, വിശ്വസിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്നവനെന്നോ പറയാതെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവരെ, സ്നാനത്തിന് അത്ര വലിയ പ്രാധാന്യമുണ്ട്. കാരണം സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചെയ്യുന്ന സത്യപ്രതിജ്ഞയാണ്. അത് കളിയല്ല എന്ന് ആളുകൾക്കറിയാം. അത് ചെയ്താൽ തീർച്ചയായിട്ടും പിന്നീട് ആ ജീവിതം ക്രിസ്തുവിനുള്ളതാണ്, ദൈവത്തിനുള്ളതാണ്. പാടും, പ്രാർത്ഥിക്കും, ആരാധിക്കും, ദൈവത്തിനായി ജീവിക്കും, ദൈവത്തിനായി മരിക്കേണ്ടി വന്നാൽ സന്തോഷത്തോടെ അതിന് തയ്യാറാകും. ഒരു സ്ത്രീ എപ്പോഴാണ് വിവാഹിതയാകുന്നത്? ഒരു യുവാവ് വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, സംസാരിച്ചു, ഭക്ഷണ സാധനം കാപ്പിയൊക്കെ കൊടുത്തു. ഇതുകൊണ്ടൊന്നും ഭാര്യയാകുന്നില്ല. ഒരു ആരാധന സ്ഥലത്ത് വന്നു, അവിടെ പുരോഹിതന്മാർ കുറേ പാട്ടൊക്കെ നടത്തി, പ്രാർത്ഥനയൊക്കെ നടത്തി, അതുകൊണ്ടൊന്നും ആകുന്നില്ല. ഈ പ്രതിശ്രുത വധൂവരന്മാർ, യുവാവും യുവതിയും, ഒരു സത്യപ്രതിജ്ഞ
ചെയ്യണം. ഷെയ്ക്ക് കൊടുത്ത് അല്ലെങ്കിൽ താലി കെട്ടി സത്യപ്രതിജ്ഞ ചെയ്ത് അത് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കണം. ആ സമയത്ത്, ആ നിമിഷത്തിൽ, ആ മുഹൂർത്തത്തിലാണ് അവർ ഭാര്യയും ഭർത്താവുമായിട്ട് മാറുന്നത്. എന്താണ് സത്യപ്രതിജ്ഞ? ഭർത്താവിനോട് കൂടെ, ഭർത്താവ് എവിടെ പോകുന്നുവോ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ സ്നേഹിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന മക്കളെ വളർത്തി വലുതാക്കി അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം മരിക്കുന്ന സ്ഥലത്ത് മരിക്കുക. അതാണ് സത്യപ്രതിജ്ഞ. അത് ദൈവനാമത്തിൽ ചെയ്യുന്ന ഒരു സ്ത്രീ തീർച്ചയായിട്ടും ബാക്കി ചെയ്തിരിക്കും. അതല്ലേ സത്യപ്രതിജ്ഞ ചെയ്തത്. പുരുഷനും സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ ഇനിയൊരു സ്ത്രീയെ സ്നേഹിക്കുകയോ നോക്കുകയോ ചെയ്യാതെ ഇവളെ എൻ്റെ ശരീരമായിട്ട്, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട്, എൻ്റെ ഏക ഭാര്യയായിട്ട്, എൻ്റെ മക്കൾ ഇവളിൽ നിന്ന് തന്നെയായിരിക്കും, പിന്നെ എൻ്റെ സുഖദുഃഖങ്ങളിൽ ഇവൾ പങ്കാളിയാകുന്ന പോലെ ഞാനും ആയിരിക്കും, അവളെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പോറ്റി പുലർത്തുകയും ചെയ്യും, മരണം വരെ അവളോട് കൂടെ ജീവിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ. അതിന് പിന്മാറാനായിട്ട് സാധിക്കുകയില്ല. കാരണം ദൈവത്തോട് ചെയ്യുന്ന സത്യപ്രതിജ്ഞ ആയതുകൊണ്ട് ലംഘനം കാണിച്ചാൽ ദൈവം അതിലിടപെടും, ശിക്ഷിക്കും. ഇനി സ്ഥാനത്തേക്ക് വരാം. യേശു പിതാവായ ദൈവത്താൽ ഐക്യപ്പെട്ട് ഭൂമിയിൽ വന്നു. മനുഷ്യൻ്റെ നരകം ഏറ്റെടുത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അദൃശ്യനായി ജീവിക്കുന്നു. ആ യേശുവിനെ പിതാവായ ദൈവമാണ് അയച്ചത് എന്ന് വിശ്വസിക്കണം. യേശു എന്നെ സ്നേഹിച്ചാണ് നരകമേറ്റത് എന്ന് വിശ്വസിക്കണം. ഈ കാര്യം എന്നെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് എന്ന് വിശ്വസിക്കണം. അങ്ങനെ എന്നെ സ്നേഹിച്ച പിതാവിനെ, എനിക്കായി മരിച്ച യേശുവിനെ, എന്നെ ഈ കാര്യം അറിയിച്ച പരിശുദ്ധാത്മാവിനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയുകയില്ല. എൻ്റെ അപ്പനേക്കാൾ, അമ്മയേക്കാൾ, അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങളെക്കാൾ, സുഹൃത്തുക്കളെക്കാൾ, മതത്തേക്കാൾ, എൻ്റെ രാഷ്ട്രീയക്കാരേക്കാൾ എല്ലാം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്നേഹിക്കുന്നു. അതാണ് ഈ സത്യപ്രതിജ്ഞ, അതാണ് സ്നാനം. ഇനി പഴയ നിയമത്തിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയാം. നോഹയുടെ കാലത്ത് വലിയ അതിക്രമം നടന്നു. ദൈവം ജലപ്രളയത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. നോഹ ഒരു പെട്ടകം പണിയുകയും ഒപ്പം പ്രസംഗിക്കുകയും ചെയ്തു. നോഹയുടെ പ്രസംഗം കേട്ട ആളുകൾ മദ്യപാനം നിർത്തിയാൽ പോരാ. നോഹയുടെ പ്രസംഗത്താൽ ആകൃഷ്ടരായി ആളുകൾ ദുർനടപ്പും വഷളത്വവും അതിക്രമവും നിർത്തിയാൽ പോരാ. അതായത് മാനസാന്തരപ്പെട്ട പോരാ, അവർ പെട്ടകത്തിൽ കയറണം. പെട്ടകത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്നത് വെള്ളമാണ്, അല്ലെങ്കിൽ ജലപ്രളയമാണ്. പെട്ടകത്തിൽ കയറുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിൻ്റെ നിഴലാണ്. ജലപ്രളയത്തിലൂടെ കടക്കുന്നത് അത് സ്നാനത്തെയാണ് കാണിക്കുന്നത്. മൂന്നാമത് എന്ത് ചെയ്യണം? മൂന്നാമത് അറാറാത്തിൽ ഇറങ്ങി അവർ ദൈവത്തെ ആരാധിക്കണം. നോഹയുടെ കാലത്തെ ജനം ഞങ്ങൾ ഇവിടെ ആരാധിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞങ്ങൾ മാനസാന്തരപ്പെട്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആരാധിച്ചുകൊള്ളാം, ഞങ്ങൾ പെട്ടകത്തിൽ കയറുന്നില്ലെന്ന് പറഞ്ഞാൽ അവരെത്ര മര്യാദക്കാരാണെങ്കിലും ഒരു വിടുതലുമില്ല. പെട്ടകത്തിൽ കയറാത്ത മുഴുവൻ ആളുകളും വെള്ളം കുടിച്ച് ചാകാൻ ഇടയായി. ഇനി രണ്ടാമത്തെ ഉദാഹരണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നു. ദൈവം മോശെ അയച്ചിട്ട് അവരോട് പറഞ്ഞത്, ആബിയു മാസം 14-ാം തീയതി നിങ്ങളൊരു ആടിനെ കൊന്ന് അതിൻ്റെ ചോര കട്ടളക്കാലിലും കുറുമ്പടിയിലും, വീടിൻ്റെ കട്ടളക്കാലിലും കുറുമ്പടിയിലും പുരട്ടി അകത്ത് ഇരിക്കുക. അർദ്ധരാത്രിക്ക് സംഹാരദൂതൻ വരുന്നു. രക്തം തേച്ചിട്ടില്ലാത്ത സകല വീടുകളിലും സംഹാരം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അർദ്ധരാത്രി നിങ്ങൾക്ക് പുറപ്പെടാം. എങ്ങോട്ടാണ് പുറപ്പെടേണ്ടത്? ചെങ്കടലിലേക്ക്. അപ്പോൾ ഈ പെസഹ കുഞ്ഞാട് കൊല്ലപ്പെട്ടു. അത് യേശുവിൻ്റെ മരണമാണ്. ചെങ്കടൽ സ്നാനത്തിൻ്റെ നിഴലാണ്. അതിനുശേഷം അവരെന്ത് ചെയ്യണം? മൂന്നാമതായിട്ട്
മരുഭൂമിയിലെത്തി കർത്താവിനെ ആരാധിക്കണം. നോഹയുടെ വീട്ടിലെ മുഴുവൻ പേരും പെട്ടകത്തിൽ കയറി. അതുപോലെ ഇസ്രായേൽ മക്കൾ മുഴുവൻ പേരും ആ ജലപ്രളയത്തിലൂടെ അക്കരെ കടന്നു. എന്നിട്ടാണ് അവർ ആരാധിച്ചത്. ഇതാണ് ഏത് കാലത്തും നമുക്ക് ബാധകം. എന്തു ചെയ്യണം? യേശുവാകുന്ന പെട്ടകത്തിൽ കയറണം. യേശുവാകുന്ന പെസഹ കുഞ്ഞാടിൽ ആശ്രയിക്കണം. എന്നിട്ട് ആ ജലപ്രളയമാകുന്ന സ്ഥാനത്തിൽ അല്ലെങ്കിൽ ചെങ്കടലാകുന്ന സ്ഥാനത്തിൽ കിടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അക്കരെ കിടന്ന് ആരാധിക്കണം. വളരെ വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ ഈ കാര്യം നിഴലായിട്ട് ദൈവം എഴുതി തന്നിരിക്കുകയാണ്. അത് അനുസരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ സ്നാനം ആ പാട്ട് പോലെ, പ്രാർത്ഥന പോലെ, സ്തോത്രകാഴ്ച പോലെ, ബൈബിൾ പഠനം പോലെയുള്ള ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമല്ല സ്നാനം. സ്നാനം കമ്പൽസറിയാണ്. അതായത് നോഹയുടെ മക്കൾ, ജലപ്രളയത്തിലൂടെ ഇക്കരെ കടന്ന മക്കൾ എല്ലാവരും ഒരേ സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നല്ലോ. അതിൽ ഹാം ഒരു ഫൗള് കാണിച്ചത് നമുക്കറിയാം. അതുപോലെ ചെങ്കടൽ കടന്ന ഇസ്രായേലിൽ എല്ലാവരും ദൈവത്തെ ഒരുപോലെ ആരാധിച്ചില്ല. ചിലർ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയത് നമുക്കറിയാം. അങ്ങനെ ആകാമെന്നല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ട ആളുകൾ ആ സ്റ്റാൻഡേർഡ് പുലർത്തി ജീവിക്കണം. എന്നാൽ നോഹയുടെ കുടുംബത്തിലെ എല്ലാവരും പെട്ടകത്തിൽ കയറണം, ഒരാൾക്ക് ഒഴിവില്ല. ഇസ്രായേൽ മക്കൾ മുഴുവൻ പേരും ചെങ്കടലിൽ കിടക്കണം. അതുപോലെ യേശുവിനെ കൈക്കൊള്ളുന്ന എല്ലാവരും സ്നാനപ്പെടണം. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ബൈബിൾ വായിക്കാനും പഠിക്കാനും, എല്ലാവർക്കും ഒരുപോലെ പ്രാർത്ഥിക്കാനും, എല്ലാവർക്കും ഒരുപോലെ ആരാധിക്കാനും, എല്ലാവർക്കും ഒരുപോലെ സഭായോഗത്തിന് കൃത്യമായി വരാനും, എല്ലാവർക്കും ഒരുപോലെ സ്തോത്രയാഴ്ച ഇടാനും, എല്ലാവർക്കും ഒരുപോലെ സുവിശേഷം പറയാൻ അല്ലെങ്കിൽ സുവിശേഷ സാക്ഷ്യം വഹിക്കാനും സാധിക്കില്ല. അത് ഓപ്ഷണലാണ്. എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നില്ല. ചിലർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കും, പക്ഷേ ചിലർ അങ്ങനെ ചെയ്യുന്നില്ല. ചില മണിക്കൂറുകൾ ബൈബിൾ വായിക്കും, ചിലർക്ക് സാധിക്കുന്നില്ല. ചിലർ വസ്തുവക വിറ്റിട്ട് ദൈവവേലയ്ക്ക് കൊടുക്കും, ചിലർക്ക് സാധിക്കുന്നില്ല. ചിലർ സുവിശേഷം പരസ്യമായി കവലകളിൽ നിന്ന് പറയും, വീടുകളിൽ പോയി പറയും, കാണുന്നവരോടൊക്കെ പറയും, ചിലർക്കതിന് സാധിക്കുന്നില്ല. അതൊക്കെ ഓപ്ഷണലാണ്. അത് ഓരോരുത്തരുടെ പ്രാപ്തിയും അല്ലെങ്കിൽ താലന്തും കഴിവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് ചെയ്യാം. പക്ഷേ സ്നാനത്തിൻ്റെ കാര്യം, അതുകൊണ്ടാണ് യേശു പറഞ്ഞ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട്, യേശുവിനെ കൈക്കൊണ്ട് പിതാവിനോട് അല്ലെങ്കിൽ പിതാവിനോട് പുത്രനോടും പരിശുദ്ധാത്മാവിനോട് സത്യപ്രതിജ്ഞ ചെയ്ത് ആത്മീയ ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ നാം ആഗ്രഹിക്കണം. അങ്ങനെയുള്ളവരെ കർത്താവ് കൂട്ടായ്മയിലേക്ക്, ആത്മീയ ജീവിതത്തിലേക്ക് നയിക്കും, സഹായിക്കും. അതാണ് ഇതുവരെയുള്ള ക്രൈസ്തവ സഭയുടെ ചരിത്രം. ഈ തിരിച്ചറിവുണ്ടാകുക ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന നല്ല പെട്ടമ്മയിലൻ പേറുന്ന യേശു പോരായോ.